അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നമ്മളെ ഹജ്ജ് കമ്മിറ്റി ട്രെയിനർ റസാഖ് സാറാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഈ ഹജ്ജിൻ്റെ ഇപ്പോൾ 2026 ഹജ്ജിന് ഒരുപാട് പുതിയ അപ്ഡേഷൻസുകൾ ഇപ്പം വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പല ആളുകളും നമ്മളോട് സംശയം ചോദിക്കലുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ സംശയമൊക്കെ തീർക്കാൻ വേണ്ടി റസാഖ് സാറിൻ്റെ അടുത്ത് വന്നതാണ് ഞാൻ. തീർച്ചയായിട്ടും ഇപ്രാവശ്യം ഹജ്ജ് കമ്മിറ്റി അസിസിയിലൊന്നും കൊടുക്കുന്ന റൂമിലൊന്നും കിച്ചൺ ഉണ്ടാവില്ല, പാചകം ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ടാവില്ല എന്ന് പറയുന്നു അല്ലേ? അത് പാചകത്തിൻ്റെ കാര്യം മാത്രമല്ല, ഹജ്ജ് കമ്മിറ്റിയിൽ സൗദി ഒരുപാട് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാചകത്തിൻ്റെ കാര്യം. പിന്നെ ഹൈടെക് സ്വഭാവത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അപകടങ്ങൾ കുറക്കുക, മാക്സിമം ഫെസിലിറ്റീസ് ഹാജിമാർക്ക് കൊടുക്കുക എന്നതൊക്കെയാണ് സൗദി ഗവൺമെൻറ്റും നമ്മളെ ഇന്ത്യൻ ഹജ്ജ് മിഷനും ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആണ് കിച്ചൺ ഒഴിവാക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതായത് നല്ല ഫ്ലാറ്റുകൾ കിച്ചൺ ഇല്ലാത്ത നല്ല അക്കോമഡേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, അപ്പം അങ്ങനെ വരുമ്പോൾ ഹജ്ജ് കമ്മിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഭക്ഷണം നേരിട്ട് കൊടുക്കുന്ന എന്തെങ്കിലും സൗകര്യങ്ങളുണ്ടാവും? അങ്ങനെ ഒരു തീരുമാനം ഇപ്പോൾ ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ നമുക്കിപ്പോൾ ക്ലാസ്സുകൾക്കൊക്കെ കിട്ടിയ വിവരം വെച്ചിട്ട് ആ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അതെ, അതിപ്പോൾ ഹാജിമാർ സ്വന്തം നിലക്ക് തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം പിന്നെ അവർ സ്വന്തം ചെയ്യണം എന്നാണ്. അതാണ് ഇപ്പോഴത്തെ തീരുമാനപ്രകാരം അങ്ങനെയാണുള്ളത്. അതായത് ഭക്ഷണം എന്തായാലും റൂമിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. സ്റ്റൗകളോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഹീറ്ററുകളോ അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പറ്റുന്ന റൂമുകളല്ല ഉണ്ടായിരിക്കുക. മക്കത്തും മദീനത്തും മുമ്പേ മദീന എങ്ങനെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ മക്കത്തു കൂടി പോലുള്ള സ്ഥലത്തും അങ്ങനെ ആക്കിയെന്നുള്ളതാണ് പുതിയ തീരുമാനം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഭക്ഷണ സാധനങ്ങളൊന്നും ഇവിടുന്ന് കൊണ്ടുപോകാനും പറ്റൂല എന്ന് പറയുന്നുണ്ട് അല്ലേ? അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഭക്ഷണ സാധനം കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റൂല. അതും ഹാജിമാർക്ക് ഒരു സൗകര്യമായിട്ടാണ് ഹജ്ജ് കമ്മിറ്റി കാണുന്നത്. കാരണം എല്ലാ പാത്രങ്ങളും ഭക്ഷണ സാധനങ്ങളൊക്കെ വലിച്ചു വാരി കൊണ്ടുപോകണ്ടല്ലോ. അപ്പൊ ഇപ്രാവശ്യം ശരിക്കും അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഭക്ഷണം വേണോ എന്ന് ചോദിച്ച് പല ആളുകളും യെസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ചോദിച്ചിരുന്നു, പക്ഷെ അതിന്റെ ഒരു കൺഫർമേഷൻ ഇപ്പൊ തീരെ വന്നിട്ടില്ല. കാരണം അന്ന് നമുക്ക് ആദ്യത്തെ നമ്മുടെ മീറ്റിങ്ങിലൊക്കെ പറഞ്ഞിരുന്നു നമുക്ക് കാറ്ററിംഗ് സർവീസ് പോലുള്ള സംവിധാനങ്ങളെ പറ്റി ആലോചിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ തുടക്കമായതുകൊണ്ട് ഒന്നും ഒരു ഫൈനൽ ഇതിലെത്തിയിട്ടില്ല എന്നാണ് കിട്ടിയ അറിവ്. അത് ശരിയാവുകയാണെങ്കിൽ മൂന്നാമത്തെ എമൗണ്ട് അടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ പൈസയും കൂടി കൂട്ടി അടക്കാനാണ് പറഞ്ഞിരുന്നതല്ലേ? അതെ അതെ. അതുപോലെ ഹജ്ജ് സുവിധ ആയിട്ട് ബന്ധപ്പെട്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ നമുക്കൊക്കെ കിട്ടിയ വിവരം. അതായത് നമ്മളെ ഹാജിമാരെ നമ്മൾ ഹജ്ജ് സുവിധ ആപ്പുമായിട്ട് നല്ലോണം പരിചയപ്പെടുത്തണം. അപ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് ട്രെയിനർമാർക്കുള്ള ഡ്യൂട്ടി ആയിട്ട് പ്രത്യേകം നിഷ്കർഷിച്ച ഒരു കാര്യമാണത്. എല്ലാ ഹാജിമാരെയും ഹജ്ജ് സുവിധ ആപ്പിനെ ഫെമിലിയർ ആക്കുക. അപ്പോൾ അത് ഓരോ ഹാജിയും സുവിധ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കണം. ഓരോ ഹാജിക്കും അവരെ കവർ നമ്പർ വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ച് അതിനെപ്പറ്റി അതിൽ എല്ലാവിധ കാര്യങ്ങളും അതിലുണ്ടാവും. നമ്മളെ ഫ്ലൈറ്റ് ബിൽഡിങ്, മദീനത്തെ ബിൽഡിങ്, മക്കത്തെ ബിൽഡിങ്, നമ്മളെ മിനയിലെ തമ്പ് നമ്പർ എല്ലാം അതിലുണ്ടാവും എന്നുള്ളതാണ് പുതിയ വിവരം. അതിൽ മാത്രമല്ല നമ്മളെ ഫ്ലൈറ്റ് എന്ന് പോകണം എന്ന് തിരിച്ചു വരും. അതിനോടനുബന്ധിച്ച് തന്നെ ഈ സുവിധ ആപ്പിനോടനുബന്ധിച്ച് നമുക്കൊരു റിസ്റ്റ് വാച്ചിൻ്റെ കാര്യം കൂടി, സ്മാർട്ട് വാച്ച്. ഈ സ്മാർട്ട് വാച്ചും സുവിധ ആപ്പും തമ്മിൽ കണക്ട് ചെയ്യും. അത് ചെയ്തിട്ട് നമ്മൾ ഇപ്രാവശ്യം സൗദി ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു ഹാജി പോലും മിസ്സാവൂല എന്നുള്ളതാണ്. കഷ്ടപ്പെടരുത് എന്നുള്ള ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഈ സ്മാർട്ട് വാച്ചിൻ്റെ കാര്യം പ്രത്യേകം നിഷ്കർഷിക്കുന്നത്. അപ്പം അത് സ്മാർട്ട് വാച്ച് ഓരോ ഹാജിക്കും കൊടുക്കും. ഓരോ ഹാജിക്കും അത് ഇവിടെ നിന്ന് തന്നെ കൊടുക്കുമായിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കിട്ടിയ വിവരം. അപ്പം ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ 5 ആളുണ്ടെങ്കിൽ, ഒരു കവറിൽ 5 ആളുണ്ടെങ്കിൽ 5 ആൾക്കും ഒരേ കവർ നമ്പർ വെച്ചിട്ടായിരിക്കും ഈ സുവിധ ഡൗൺലോഡ് ചെയ്യുന്നത്. അതെ അതെ, ഒരേ കവർ നമ്പർ. ഫോൺ നമ്പർ വ്യത്യസ്തമായിട്ട് വേണമെങ്കിൽ ആ ഹാജിമാരുടെ ഫോൺ നമ്പറിൽ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരേ ബിൽഡിങ്ങിൽ ഒരേ ഫ്ലോറിൽ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ റൂം കിട്ടുമെന്നാണ് പറയുന്നത്. അത് പുതിയതായൊരു നിയമമൊന്നും അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മുമ്പേ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഹാജിമാരുടെ സൗകര്യത്തിനനുസരിച്ച് ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള സ്ത്രീകളെ നമ്മൾ അങ്ങോട്ടാക്കി പുരുഷന്മാർ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങും.
സൗദിൻ്റെ നിയമപ്രകാരം അന്യപുരുഷന്മാരായ സ്ത്രീകളും ഒരു ഒരേ റൂമിൽ കൊടുക്കൂല എന്നാണ് അവര് റൂൾ. ലേഡീസ് വിത്തൗട്ട് മെഹറം പോകുന്ന സ്ത്രീകൾക്ക് വേറെ ബിൽഡിംഗ് തന്നെയല്ലേ ഉണ്ടാകുക? അതെ അതെ അതങ്ങനെ തന്നെ. അവർക്കിപ്പം വേറെ ബിൽഡിങ്, അവർക്കായിട്ടൊരു ലേഡി ഹജ്ജ് ഇൻസ്പെക്ടർ അങ്ങനെയല്ലേ ഉണ്ടാവുക അല്ലെ? അവരുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ തീർച്ചയായിട്ടും ഹാജിമാര് ചെലവിനുള്ള സൗദി റിയാൽ അവർ തന്നെ കയ്യിൽ വെക്കണമല്ലോ അല്ലെ? അതായത് ഇപ്പോൾ നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം നമ്മളെ ബോംബെ ട്രെയിനിങ്ങിൽ പറഞ്ഞത് നമുക്ക് 40 റിയാൽ പെർ ഡേ കണ്ടിട്ട് ഒരാൾ ഹാജി കാണണം എന്നാ പറഞ്ഞത്. അപ്പൊ ഒരു 40 ദിവസമാണെങ്കിൽ 40 × 4 1500 റിയാലെങ്കിലും കയ്യിൽ വേണം. 1600 റിയാൽ അത് നമ്മളെ ചെലവിന് മാത്രം. ചെലവിന് പിന്നെ അഡീഷണൽ വേണമെങ്കിൽ അതും ചെലവിന് നമ്മൾ വേറെ കരുതണം. അതിന് കുറെ ബാങ്കുകളൊക്കെ കുറെ ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കുന്നതൊക്കെ ഉണ്ട്. ഫോറക്സ് കാർഡ് മറ്റും. മിനയില് ഇപ്രാവശ്യം പിന്നെ ടെന്റിൽ തന്നെ നല്ല സോഫ, അതുപോലെ റാക്കുകൾ, അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നത്. സോഫ കം ബെഡ് എന്ന് പറഞ്ഞൊരു സെറ്റ് പരിപാടിയാണ്. അത് മുമ്പും അങ്ങനെ തന്നെ ആയിരുന്നു. അതായത് 3 മടക്ക് മടക്കാനുള്ള ഒരു സാധനം. അത് 2 മടക്ക് മടക്കി ഒരു ഭാഗം കുത്തിനെ വെച്ചാൽ നമുക്കൊരു സോഫ ആയിട്ട് ഉപയോഗിക്കാം. ചാരികൾക്ക് ഇതാക്കാം, നീർത്തിയാൽ കിടക്കാവുകയും ചെയ്യും. പക്ഷെ അതിന് അഡീഷണലായിട്ട് ഈ പ്രാവശ്യം പറഞ്ഞ ഒരു റാക്ക് ഫെസിലിറ്റി, ലഗേജ് വെക്കാൻ റാക്ക് ഫെസിലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞത്. അത് എങ്ങനെയാണെന്നുള്ളത് അന്ന് അവതരിപ്പിച്ചിട്ടില്ല. അങ്ങനൊരു ഫെസിലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് കിട്ടിയത് വരും. ഇപ്പോൾ നേരത്തെ ഒക്കെ എന്താ വെച്ചാൽ നമ്മള് ഒരു 6 അടി 2 അടിയുള്ള ഒരു ബെഡിൽ ടൈറ്റ് ആയിട്ട് അതിന്റെ സൈഡിൽ തന്നെ ലഗേജും വെക്കുന്ന ഒരു സൗകര്യം നമ്മള് ചിലപ്പോൾ തലയാണൊക്കെ ലഗേജ് നടക്കാനും ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ആയിട്ടുള്ള മാതിരി വരാറുണ്ട്. പിന്നെ ഇപ്പൊ ഇതൊക്കെ പരിഷ്കാരമൊക്കെ ഈ വർഷമായതുകൊണ്ട് ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പോ അല്ലെ? അടുത്ത വർഷം തുടക്കം നിലയ്ക്ക് ഒരു ചെറിയ ട്രാൻസിഷൻ പീരീഡ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് ഈ മിനയില് നമ്മള് താമസിക്കുന്ന സമയത്ത് ഹാജിമാരെ പല സോണുകളിലായിട്ടാണ് പറയുന്നത്. സോൺ 1, സോൺ 2 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതെന്താ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്? അത് നമ്മളെ ഇപ്പൊ എന്താ വെച്ചാല് നമ്മൾ ജംറയെന്നുള്ള ഡിസ്റ്റൻസിനനുസരിച്ചാണ് സോൺ 1, സോൺ 3 ആക്കി മാറ്റിയത്. അപ്പോൾ സോൺ 1, സോൺ 2, സോൺ 3 ഒക്കെ പറഞ്ഞാല് പിന്നെ നമ്മൾ നടക്കാനുള്ള ദൂരം, ഇപ്പം നമുക്ക് കല്ലെറിയാനുള്ള സമയം ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് നടന്നു പോകാനുള്ള ദൂരം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സോൺ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യണത് അതിനനുസരിച്ച് പിന്നെ നമ്മളെ ഇന്ത്യൻ ഹാജിമാരൊക്കെ സോൺ 3-ലാണെന്നാണ് എൻ്റെ സംശയം. സോൺ 1 അല്ലാതെ അതിപ്പോ ഇൻഡിവിജ്വൽ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിക്ക് അലോട്ട് ചെയ്ത ഒരു സോൺ ഉണ്ടാവും. ആ സോണിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഹജ്ജിന് പോകുന്ന ഇപ്പോൾ ഗവൺമെന്റ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും മിന, അറഫ അവിടെയുള്ള കാര്യങ്ങളൊക്കെ സെയിം അല്ലേ? സൗകര്യമല്ലേ? അപ്പൊ അത് ഇതിന്റെ ഇപ്പൊ ഈ ഗവൺമെന്റിന്റെ ഇടയിൽ മിക്സ് ചെയ്തുകൊണ്ട് ഇപ്പം പ്രൈവറ്റിലെ ഹജ്ജിമാരുണ്ടാവുക, അല്ലെങ്കിൽ അവർക്ക് വേറെ സോണായിരിക്കും? വേറെ സോണായിരിക്കും. ശരി. ഈ പ്രൈവറ്റിൽ ഇപ്പോൾ നല്ല പൈസ കൊടുത്ത് പോകുന്ന കുറേ ഇതുണ്ടല്ലോ, അവരൊക്കെ ശരിക്കും ഇപ്പോൾ സോൺ 1-ലോ അല്ലെങ്കിൽ സോൺ 2-ലോ ഒക്കെ അവർ വാങ്ങും. പക്ഷെ അവർക്ക് കുറച്ച് പേയ്മെന്റ് അധികം കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് കുറഞ്ഞ് കിട്ടും ചെയ്യും. ആ ഒരു ഉദ്ദേശമാണ് ഉണ്ടാവുക. മിനായിൽ കുറേ പുതിയ ബിൽഡിങ്ങുകൾ വരുന്നുണ്ട്. അതിലും ഇതേമാതിരി അക്കോമഡേഷനൊക്കെ വ്യത്യസ്തമാണ്. തമ്പിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ പിന്നെ 2 ടയർ 3 ടയർമാരുടെ അക്കോമഡേഷൻ കൊടുക്കാനുള്ള പദ്ധതികളുണ്ട്. അല്ലാതെ ട്രഡീഷണൽ ആയിട്ടുള്ള തമ്പുകൾ ഇപ്പോഴും ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. പക്ഷെ അതൊക്കെ കാലം കൊണ്ട് മാറി പിന്നെ അതിഥിയൊക്കെ മാറി ബിൽഡിംഗ് ആയിട്ട് തന്നെ വരും. ബിൽഡിങ് അത് മറ്റേ ഇങ്ങനെ ടയർ അട്ടിയായിട്ട് ബങ്ക് ബെഡുമായി. ഓക്കെ. മെഡിക്കൽ ഫിറ്റ്നസ്, അതായത് ഇപ്പം സീരിയസ് ആയിട്ടുള്ള അസുഖമുള്ളവരൊക്കെ നല്ല രീതിയിൽ ഇവിടെ നിന്ന് തന്നെ ചെക്കിങ് നടത്തി ഇവിടെ നിന്ന് തന്നെ ആളുകളെ ചിലപ്പം പരിശോധന ചെയ്യും. അവർ സൂട്ടബിൾ അല്ലെങ്കിൽ അവർ അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സൗദി ആ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആക്കിയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞത്. അപ്പം ഒരു ലിസ്റ്റ് ഓഫ് ഡിസീസസ് ഇതിനെ പുറത്തിറക്കി. മാരകമായ പിന്നെ ക്യാൻസർ, മാരകമായ ഡയബറ്റിക് കൊണ്ട് വേറുള്ള പണികളൊന്നും ചെയ്യാൻ പറ്റാത്തത്, ഡയാലിസിസ് രോഗികൾ, അതേപോലെ കരൾ സംബന്ധമായ അതേമാതിരി കീമോ ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയുള്ള പിന്നെ ഗർഭിണികൾ ഒരു പീരിയഡിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ പീരിയഡിൽ ഉള്ളവർ അധികം പറ്റില്ല. പക്ഷെ മുമ്പ് ഇതൊക്കെ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നു. അത്ര സ്ട്രിക്റ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ ഗവൺമെൻറ്റും വളരെ സ്ട്രിക്റ്റ് ആക്കിയിട്ട് മെഡിക്കൽ ഫിറ്റ്നസ് തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളോട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരു ഹാജിനെ പറ്റി അയാൾ ആരോഗ്യവാനല്ല എന്ന് സൗദി ഗവൺമെൻറ്റിന് ബോധ്യമുണ്ടെങ്കിൽ അവർ വീണ്ടും പരിശോധിക്കും. 2 പരിശോധന വരാം. എയർലൈൻ്റെ വക വേറെ വരാം, സൗദി ഗവൺമെൻറ്റിൻ്റെ വക വേറെ വരാം. അവർ വന്നിട്ട് ആ ഹജ്ജിനെ തിരിച്ചയച്ചാൽ അത് നമ്മളെ ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിക്ക്
ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം എന്നുള്ള സ്വഭാവത്തിൽ തന്നെയാണ് ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഹജ്ജ് അവിടെ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ ഈ ചെക്കിങ് നടത്തി തിരിച്ചയക്കുന്ന സ്വഭാവം വന്നാൽ അത് ഹജ്ജ് കമ്മിറ്റിയാണ് അതിൻ്റെ ഉത്തരവാദി എന്നുള്ള സ്വഭാവത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ മെഡിക്കൽ ഫിറ്റ്നസ് വളരെ സ്ട്രിക്റ്റ് ആക്കിയിട്ട് തന്നെ ചെയ്യും. ഈ ഡോക്ടേഴ്സിനോട് പ്രത്യേക നിർദ്ദേശം അതിൽ പറയുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഗൈഡ് ലൈൻസ് ഇനി വരും. പുതിയ ഹെൽത്ത് കാർഡും ഇപ്പം നിലവിലുണ്ടായിരുന്ന ഹെൽത്ത് കാർഡല്ല. ഹെൽത്ത് കാർഡ് എന്ന് പറഞ്ഞ കാർഡ്, ആ കാർഡ് ഇപ്പം ഇനിയിപ്പോൾ പുതിയ ഡെവലപ്മെൻറ്റ് വെച്ചിട്ട് പുതിയ കാർഡാണ്. പുതിയ ഇത് വന്നിട്ടുള്ള പുതിയ കാർഡാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇപ്പം ഏകദേശം ഇന്ത്യയിൽ നിന്ന് ഒരു 13,000 ചില ഹാജിമാരല്ലേ ഇപ്പോൾ സെലക്ട് ചെയ്തത്? അതെ, 13,009 ആണ്. അപ്പോൾ അതിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് ഇപ്പോൾ 5,273 ആളുകളാണ് ഏകദേശം എടുത്തിട്ടുള്ളത് ഇതുവരെ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരുടെ ഒരു സാധ്യത ഇപ്പോൾ ഏകദേശം എങ്ങനെയായിരിക്കും? ഇനിയിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഉള്ള എണ്ണം വെച്ചിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലും വലിയ വ്യത്യാസമില്ല എന്നാണ് ഇപ്പം മനസ്സിലാവുന്നത്. ഇപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലും നമ്മുടെ സ്റ്റേറ്റിലും ബാലൻസ് വരുന്ന കുറച്ച് ആളുകളൊക്കെ ഇപ്പോൾ നമ്മളെ അറിവിൽ തന്നെ കുറച്ച് ആളുകൾ മരണപ്പെട്ടതും പലർക്കും പോകാൻ പറ്റാത്ത മാതിരിയുള്ള അസുഖങ്ങളുള്ളതൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് ക്യാൻസലേഷൻ വരാണ്ട് ആ ക്യാൻസലേഷൻ്റെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് മാത്രമേ ഇനി വരാൻ സാധ്യത ഉള്ളൂ. അതിൻ്റെ ഒരു അനുപാതം ഇവിടെയൊക്കെ കിട്ടുന്നത് അത് വരാനുള്ളൂ. മറ്റത് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള ബാലൻസ് കിട്ടാനുള്ള സാധ്യത ഇക്കൊല്ലം കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് കുറവാണ്. ഏകദേശം 15-16 ഹാജിമാർ പോയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അത് അത്രത്തോളം എത്തൂല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഒരു 6,000 വരെയുള്ളവരോടല്ലേ ജിയോമെട്രി ക്ലാസ്സിലൊക്കെ പങ്കെടുക്കാൻ പറഞ്ഞിരുന്നത് അല്ലേ? ഓക്കെ. പിന്നെ അതുപോലെ ഇനി അടുത്ത ഹജ്ജ് കമ്മിറ്റിൻ്റെ സാങ്കേതിക ക്ലാസിൻ്റെ കാര്യങ്ങൾ അറിയോ? അടുത്ത ഈ ആഴ്ച തന്നെ ഉണ്ടാവും. മിക്കവാറും അടുത്ത ആഴ്ചയിൽ തന്നെ ക്ലാസ് ഉണ്ടാവും. അതായത് രണ്ടാം ഘട്ടം. അതായത് രണ്ടാം ഘട്ടം നോമ്പിന് മുമ്പ് തന്നെ തീർക്കും. അത് കഴിഞ്ഞ് പിന്നെ കുറേ ലാസ്റ്റ് ഒരു മൂന്നാം ഘട്ടം കൂടി ഉണ്ടാവില്ല. പിന്നെ അതുപോലെ ഇപ്പം ഇനി ഫൈനൽ എമൗണ്ട് അടക്കുന്ന കാര്യം പല ആളും ചോദിക്കലുണ്ട്. പിന്നെ ഏകദേശം എത്രയായിരിക്കും, അതുപോലെ എന്നൊക്കെ ആയിരിക്കും എന്നുള്ളത് അതിനെപ്പറ്റി ഇപ്പോൾ നമുക്ക് ഒരു വിവരങ്ങളും ഇല്ല. കാരണം എന്താ വെച്ചാൽ കുറേ കാര്യങ്ങളുടെ ഡിസിഷൻ ആവാനുണ്ട്. അതുകൊണ്ടാണ് എന്തായാലും സൗദിനെ സംബന്ധിച്ചിടത്തോളം മാർച്ച് 20 ഹജ്ജ് വിസ അടിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞത്. അതിന് ശേഷം ഒരു നിലക്കും ഹജ്ജ് വിസ അടിക്കില്ല. അപ്പം അതിൻ്റെ മുമ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ചു. മിക്കവാറും ഫെബ്രുവരിയോടുകൂടിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫെബ്രുവരിയോടുകൂടി തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലും ഫൈനൽ എമൗണ്ടും ഒക്കെ തീരുമാനമാവും. അങ്ങനെയാണ് ഇപ്പോൾ. പിന്നെ ഷോർട്ട് പാക്കേജിന്റെ ഫൈനൽ എമൗണ്ട് പിന്നെ ജനറൽ എന്തായിരിക്കും എന്നുള്ള വ്യത്യാസം അതും ഇപ്പോഴും നമുക്ക് കിട്ടിയ വൈലൻസ് കൂടാനേ സാധ്യതയുള്ളൂ, കുറയാനുള്ള സാധ്യത ഇല്ല. ഹാജിമാർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഇപ്പം സാറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെല്ലാം ചെയ്യുന്ന ഈ സേവനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഏതായാലും നിങ്ങൾ ഇങ്ങനെയുള്ള സേവനങ്ങളൊക്കെ ചെയ്യുന്നത് അതും ഒരു സേവനം തന്നെയാണ്. കൂടുതൽ ഹാജിമാരിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങളിലൂടെ എത്തുന്നതും ഞങ്ങൾക്കും സന്തോഷമാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാര്യം നമ്മളെ ഒക്കെ നിങ്ങളുടെ വായിലുണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ എല്ലാവർക്കും മഖ്ബൂലും മബ്രൂറുമായി ഹജ്ജ് ചെയ്ത് ആരോഗ്യത്തോടു കൂടി നാട്ടിൽ തിരിച്ചെത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. തീർച്ചയായിട്ടും. ഓക്കെ. അസ്സലാമു അലൈക്കും.